ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തേത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയരെ, ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ പ്രഥമ ശ്ലോകം, ഏറ്റവും ആദ്യത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഗ്രന്ഥാരംഭത്തിൽ തന്നെ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം സൂചിപ്പിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രധാനമാണല്ലോ. നമ്മൾ ഏത് യാത്ര പോകുമ്പോഴും ലക്ഷ്യബോധം ആദ്യം ഉണ്ടാവണം. പഠിക്കുകയാണെന്ന് വെച്ചാലും ഇത് ചെയ്യുമ്പോഴും ലക്ഷ്യബോധം പ്രധാനമായിട്ട് വേണം. അപ്പോൾ ഇവിടെ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ഗ്രന്ഥം തുടങ്ങുമ്പോൾ തന്നെ ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുകയാണ്. വിഷയം, ഗ്രന്ഥത്തിൻ്റെ അതായത് ലക്ഷ്യം, ഇതൊക്കെ 2-3 കാര്യങ്ങൾ ആദ്യം തന്നെ പഴയ കാലത്തെ ഗ്രന്ഥത്തിൽ പറയുന്നതാണ്. അതായത് സംബന്ധം, വിഷയം, പ്രയോജനം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ഈ ശ്ലോകത്തിൽ കൊണ്ടുവന്നുണ്ട്. എന്താണ് മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാക്കിയിട്ട് പിടിക്കേണ്ടത്? പ്രധാനമായിട്ട് ഏതൊന്നിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു പോകുന്നുവോ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് വരെ കർമ്മഭിർഭ്രാമ്യമാണായ കർമ്മങ്ങളിൽ കടന്ന് കറങ്ങും നമ്മൾ. ഈ കറങ്ങുക എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖം അനുഭവിക്കുക എന്നും കൂടി ഉണ്ട്. ദുഃഖം അനുഭവിച്ചു കൊണ്ട് കറങ്ങല്ലാതെ ഒരിക്കലും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം എന്ന രീതിയിൽ ഗർഭത്തിൽ കിടക്കുമ്പോൾ 10 മാസം എന്തൊക്കെ ക്ലേശം അനുഭവിക്കുന്നു എന്ന് കുട്ടിക്ക് പറയാൻ വയ്യാത്തതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ. നമുക്ക് ഓർമ്മയില്ല. അത് ഭാഗ്യം വിചാരിച്ചാൽ മതി. ഇല്ലേ, ഇപ്പോൾ ഇരിക്കേണ്ട സ്ഥലം പോരാ, റൂമിന് വലുപ്പം പോരാ, സിറ്റ് ഔട്ടിന് വലുപ്പം പോരാ എന്ന് പറഞ്ഞ് വീട് വലുതാക്കണം. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ എത്ര സ്ഥലം ഉണ്ടായിരിക്കാൻ. അപ്പം അത് തന്നെ ഏറ്റവും വലിയ ദുഃഖമല്ലേ. അപ്പം ഇങ്ങനെ ജനനമരണങ്ങൾ അനുഭവിച്ചു കൊണ്ടേ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന ക്രമത്തിൽ തുടരുകയാണ്. ഇതിനൊരു അവസാനം കുറിക്കണം എന്നാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള ഏതൊരാളും ചിന്തിക്കുക. ഭാരതത്തിലാണ് ഇങ്ങനെ ഒരു ലക്ഷ്യമൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ എന്നാണ്. രാജ്യങ്ങളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പം അതിന് ആ ബ്രഹ്മത്തോട് കൂടിയിട്ട് ചേരുമ്പോൾ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. ഇത് വളരെ പ്രധാന ലക്ഷ്യമായിട്ടാണ് നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ സനാതന ധർമ്മത്തിൽ പറയണത്. അതാണ് സത്യം പരം ധീമഹി എന്നാണ് ശ്ലോകത്തിൻ്റെ അവസാനത്തെ വാക്ക്. സത്യം പരം ധീമഹി, ആ പരമമായിരിക്കുന്ന സത്യം അതിനോടുകൂടി ചേരുമ്പോഴാണ് ജനനമരണങ്ങളും സംസാര ദുഃഖങ്ങളിൽ നിന്നുമുള്ള മുക്തി നമുക്ക് ഉണ്ടാവുക. അപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ആ ബ്രഹ്മത്തിനെ വർണ്ണിക്കുകയാണ് അതിന് മുമ്പേ. ബ്രഹ്മെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? അഞ്ജനം എന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ പ്രാപിക്കാൻ പറ്റുമോ? അപ്പം അതിനെ പ്രാപിക്കണമെങ്കിൽ ആദ്യം അതെന്താണെന്ന് അറിയണ്ടേ? അതാണ് ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരികളിൽ. പരമമായ സത്യം എങ്ങനത്തേക്കെയാണ്? അങ്ങനെ പറയാനൊന്നും പറ്റില്ല കേട്ടോ. വളരെ ശ്ലോകത്തിൽ പറഞ്ഞു. ചിലപ്പോൾ 7 ദിവസം പറയേണ്ടി വരും, ചിലപ്പോൾ 41 ദിവസം പറയേണ്ടി വരും. ഇതൊക്കെ പറഞ്ഞാലും അവിടേക്ക് എത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു ശ്ലോകം കൊണ്ട് എന്തിനാ പറയണം? ശ്ലോകത്തിൽ പറയണതല്ലേ ശ്ലോകത്തെ കൊണ്ട് പറയാൻ പറ്റൂ. ശ്ലോകത്തിൽ ഒതുക്കണ പോലെ അതിൽ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനെ വിവരിക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞു ജന്മാദ്യസ്യ യഥാ, ഭൂത്ത് എന്നുള്ള ക്രിയ അവിടെ നിന്ന് എടുക്കണം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ കാണുന്നതിൻ്റെ ജന്മാദികൾ ഏതൊന്നിൽ നിന്നുണ്ടായി? ഭൂത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി, അതവിടെ പറഞ്ഞിട്ടില്ല. ജന്മാദ്യസ്യ യഥാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ കാണുന്ന പ്രപഞ്ചം ഏതൊന്നിൽ നിന്ന് ഉണ്ടായി എന്ന് ബ്രാക്കറ്റാണ് അവിടെ, അണ്ടർസ്റ്റുഡാണ്, ഉണ്ടായി. ഇനിയോ അന്വയാത് ഇതരത, ചേർച്ച കൊണ്ട് വേറൊരു രൂപത്തെ പ്രാപിച്ചിരിക്കണം. എന്തൊക്കെ ഇപ്പോൾ ഇവിടെ ചേർന്നിരിക്കണം? എന്ത് ചേർന്നിരിക്കണമെന്ന് പറഞ്ഞാൽ സത്തും അസത്തും ആണ് ചേർന്നിരിക്കുന്നത്. സത്ത് എന്താ? ഈശ്വരൻ. ഈ പ്രപഞ്ചമൊന്നും അല്ലാത്തതെന്തോ അത് സത്ത്. പ്രപഞ്ചമായിട്ടുള്ളതൊക്കെ അസത്ത്, ഇല്ലാത്തത്, താൽക്കാലികമായിട്ടുള്ളത് പണ്ട്, പക്ഷേ ഒരിക്കലും ശാശ്വതമല്ലാത്തതിന് അസത്ത് എന്ന് പറയും. ഈ സത്ത് പ്ലസ് അസത്താണ് അത്രയും ജഗത്ത്. അതെന്താ കാരണം? അസത്ത് എന്ന് പറഞ്ഞാൽ ജഡമായിട്ടുള്ള ഒരവസ്ഥ,
നമ്മുടെ ശരീരത്തിൽ ആത്മാവില്ല എന്ന് വയ്ക്കുക, അതിന് വല്ല ചലനശക്തി ഉണ്ടാവുമോ? അതിന് വല്ല ആയുസ്സും പിന്നെ ഉണ്ടാവുമോ? നിമിഷം കൊണ്ടത് നശിച്ച് നാറുന്നു ഇല്ലേ? അപ്പോൾ ശരീരം മാത്രമാണോ ഒരു ജീവിതം? അല്ല, ആത്മാവാണ്. ഈ ആത്മാവ് മാത്രമാണോ ജീവിതം? അതൊന്നെടുക്കുക. ആത്മാവ് മാത്രമായ എന്തുണ്ടാവില്ല? ശരീരം ഉണ്ടാവില്ല, പഞ്ചഭൂതം ഉണ്ടാവില്ല, ഈ കാണുന്ന ലോകം ഒന്നും ഉണ്ടാവില്ല. ആത്മാവ് മാത്രം ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ലോകമുണ്ടോ? അപ്പോൾ ലോകമില്ലല്ലോ. അപ്പോൾ ആത്മാവും ചേരണം, ചൈതന്യമില്ലാത്ത ജഡവും ചേരണം. ജഡം പ്ലസ് അജഡം ഈസ് ഈക്വൽ ടു ജഗത്ത്. ഇതാണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരവും അതിൻ്റെ ആത്മാവും ചേർന്നതാണ് ശരീരം. അതാണ് അന്വയാതിതരത എന്ന് പറഞ്ഞത്. അർത്ഥേഷു അഭിജ്ഞ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന പഞ്ചഭൂതങ്ങളിൽ എല്ലാറ്റിനെയും അറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ശക്തി നമ്മളെ ഇങ്ങോട്ട് അറിയണു, പക്ഷെ നമ്മൾ അങ്ങോട്ട് അറിയണില്ല അല്ലേ? കണ്ണു മനമാകുന്ന കണ്ണ് എന്ന് ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് നമ്മളെല്ലാറ്റിനെയും അറിയണത് മനസ്സുകൊണ്ടാണ്. ആ മനസ്സിൻ്റെ കണ്ണാണ് അത്ര ഈശ്വരൻ. കാരണം ഈ മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് വേണം. ജീവൻ ഇല്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കുമോ? അപ്പോൾ കണ്ണിന് കണ്ണ് മനസ്സ്, നമ്മുടെ കണ്ണിന് കണ്ണാണ് മനസ്സ്, ആ മനസ്സിൻ്റെ കണ്ണാണ് ഈശ്വരൻ. അതാണ് ഇവിടെ അന്വയാതിരത ചാർത്തേഷു അഭിജ്ഞ, ഇതിനെ മുഴുവനും അറിഞ്ഞ് പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. സ്വരാട്ട് അടുത്തത് സ്വയം പ്രകാശിക്കുന്നവൻ. സൂര്യന് ഒന്നിൻ്റെ പ്രകാശവും ആവശ്യമില്ല. എന്നാൽ ചന്ദ്രന് എന്തിൻ്റെ ആവശ്യമുണ്ട്? സൂര്യൻ്റെ ആവശ്യമുണ്ട്. സൂര്യൻ ഉണ്ടെങ്കിലേ ചന്ദ്രന് പ്രകാശമുള്ളൂ, സ്വയം പ്രകാശമില്ല. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ളതിനൊക്കെ ഈശ്വരൻ്റെ ആവശ്യമുണ്ട് ചലിക്കണമെങ്കിൽ. കാറ്റ് വീശുന്നതും അഗ്നി ജ്വലിക്കുന്നതും മഴ പെയ്യുന്നതും ശരീരം ഇളകുന്നതും കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും മൂക്ക് കൊണ്ട് ക്രാണിക്കുന്നതും എല്ലാം ആത്മാവുള്ളതുകൊണ്ടാണ്. ആത്മാവാണ് പോയാൽ അതൊന്നുമില്ല. സ്വരാട്ട്, ആത്മാവിന് സ്വയം പ്രകാശശക്തി ഉണ്ട്. അപ്പോൾ സ്വയം പ്രകാശശക്തി ഉള്ളതും ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ലാത്തതും. തേനേ ബ്രഹ്മകൃതായ ആദികവയെ, ഏതൊരു ശക്തിയെ അറിഞ്ഞിട്ട് ബ്രഹ്മദേവൻ ഈ ലോകം സൃഷ്ടിക്കാനുള്ള സാമർഥ്യം നേടി. ബ്രഹ്മാവിന് സൃഷ്ടിയാണ് കർത്തവ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ ഒന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഒരു സംഗതി സൃഷ്ടിക്കാനുള്ള അറിവുണ്ടായിരുന്നില്ല, വളരെ പരിഭ്രമിച്ചു എന്നാണ് പറയണത്. ഈശ്വരപ്രസാദം ഉണ്ടായപ്പോഴോ വളരെ വേഗം 14 ലോകമാണ്, 1-2 ലോകമല്ല, എത്ര വേഗം കഴിഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞത് എന്തിനാണ്? ഈശ്വരനുമായിട്ട് നമുക്ക് ചേർച്ചയുണ്ടെങ്കിൽ, ഭഗവാനുമായിട്ട് നമ്മൾ ഭജിക്കുകയോ ഉപാസിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് ഏത് കാര്യവും സാധിക്കും എന്നർത്ഥം. ഭഗവത് ചിന്ത കൊണ്ട് സാധിക്കാത്തതായിട്ട് നമുക്ക് യാതൊന്നും ഇല്ല. തപസ് കൊണ്ട് ഇവിടെ നേടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ പുറപ്പെട്ടാൽ ഇവിടെ ഒന്നും കഴിയില്ലയോ? എന്തെല്ലാം നേടിയിട്ടുണ്ട്. അപ്പോൾ തപസ് കൊണ്ടും ഈശ്വരനെ ഭജിക്കുന്നത് കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും നേടാൻ പറ്റാത്തതായി മനുഷ്യനൊന്നുമില്ല. ഈശ്വരശക്തിയുടെ സഹായം ഇല്ലെങ്കിലോ ഒന്നും ഇളകാനൊന്നും പറ്റൂല, അനങ്ങാൻ പറ്റില്ല. അത് വെറുതെ വിചാരിക്കുക. ഏത് നിരീശ്വരവാദി മകളുടെ കല്യാണം നിശ്ചയിച്ചാൽ ചില വഴിപാടൊക്കെ പ്രാർത്ഥിക്കും ഇല്ലേ? എന്താ കാരണം? ഇത് മുടങ്ങാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഇല്ലേ? കുട്ടീനെ പറയിക്കത് വേണ്ട കേട്ടോ, ആ സമയത്ത് ഓടിപ്പോയ അനുഭവം എത്രയുണ്ട്. അപ്പോൾ ഈശ്വര ഒരു വിളിക്കുന്നതാണ് മകളുടെ കല്യാണം നിശ്ചയം. മുടക്കമൊന്നും കൂടാതെ ഇടയ്ക്ക് താൻ തന്നെ തട്ടിപ്പോയാലോ കല്യാണം നടക്കുമോ? ആലോചിച്ച് നോക്കണം, നമ്മൾ തന്നെ തട്ടിപ്പോവാലോ. അപ്പോൾ ഇതൊക്കെ കൂടാതെ കഴിക്കണേ എന്ന് ഈശ്വരനെ വിളിക്കുന്നു. ഏത് കാര്യവും ഇങ്ങനെ തന്നെയാണ്. ചിന്തിച്ചാൽ ഈശ്വര സഹായവും ഈശ്വര സങ്കല്പവും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അനങ്ങാൻ പറ്റില്ല അല്ലേ? ഇപ്പം നമ്മൾ ലോകം മുഴുവനും പോണു വിമാനത്തിൽ നിന്ന് കൂട്ടുക, ഈ റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? അപ്പം കൈ പിടിക്കണം, അതും വരും. അത് രണ്ടും ആക്കി തീർക്കണത് ആരാ? എന്തോ ഒരു ശക്തി ഇതിനകത്തുണ്ട്. അതാണ് എന്തും നടക്കും. തേനേ ബ്രഹ്മകൃതായ ആദികവയെ മുഖ്യന്തിയത് സൂര്യ. എന്നാലോ അറിവുള്ളവർ പോലും ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ വിഷയത്തിൽ പരിഭ്രമിക്കുകയാണ്. ഈശ്വരനെ തെറ്റിദ്ധരിക്കണു, ഈശ്വരനെ കാണാതിരിക്കണു, തെറ്റ് ചെയ്യണു. ശിവൻ വിഷ്ണുവിൻ്റെ മോഹിനി വേഷം കണ്ട് ഭ്രമിച്ചില്ലേ? ശിവൻ ആരാണ്? കാമദേവനെ ദയിപ്പിച്ച ആളാണ്. പക്ഷേ ഭഗവാന്റെ മായയിൽ കുടുങ്ങി ഒരു ഘട്ടത്തിൽ. അപ്പോൾ എല്ലാവരും മുഖ്യന്തിയത് സൂര്യ എന്ന് അറിവുള്ളവർ മുഖ്യന്തി മോഹിക്കുന്നു. എളുപ്പമല്ല ഈശ്വരനെ അറിയുക എന്നത്.
തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര തിസർഗോമുഷ. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഈ പ്രപഞ്ചം ഏതൊരു ഭക്തനെ സംബന്ധിച്ച് അസത്യമാണ്. ഭക്തനെ ജ്ഞാനിയെ സംബന്ധിച്ച് പ്രപഞ്ചം അസത്യമാണ്, ഈശ്വരൻ സത്യമാണ്. എന്നാൽ അറിവില്ലാത്തവരെ സംബന്ധിച്ച് നേരെ തിരിച്ച് പ്രപഞ്ചമാണ് അറിവില്ലാത്തവർക്ക് സത്യം. ഇതൊക്കെ തന്നെയുള്ളൂ അവർക്ക് അല്ലേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. തറ കണ്ടാലും ഇതൊന്നും സത്യമല്ല എന്നുള്ളത് അവന് ബോധ്യമാവില്ല. അപ്പോൾ ഏതൊരു പ്രപഞ്ചമാണ് അജ്ഞാനികൾക്ക് സത്യം, അതേപോലെ ഏതൊരു പ്രപഞ്ചമാണ് ജ്ഞാനികൾക്ക് അസത്യം. ഈശ്വരൻ്റെ കാര്യം നേരെ തിരിച്ചും. അജ്ഞാനികൾക്ക് ഈശ്വരൻ അറിയില്ല, ഈശ്വരനെ അറിയില്ല. ജ്ഞാനികൾക്ക് ഈശ്വരനേ സത്യമുള്ളൂ. ആണ് എത്ര തിസർഗോ മൃഷ, എത്ര തിസർഗോ അമൃഷ. രണ്ടും എടുക്കണം, അവിടെ രണ്ടും ഉണ്ട്. മൃഷ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം കളവ്, ആർക്ക്? ജ്ഞാനികൾക്ക്. അമൃഷ എന്ന് പറഞ്ഞാൽ കളവല്ല, പ്രപഞ്ചം സത്യമാണ്, ആർക്ക്? അറിവില്ലാത്തവർക്ക്. രണ്ടർത്ഥവും അവിടെ വരും, മൃഷാന്നും വരും അമൃഷാന്നും വരും. ധാംനാസേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ആർക്കും മറയ്ക്കാൻ പറ്റാതെ, ഒരാൾക്കും മറയ്ക്കാൻ പറ്റാതെ, മറവോ മുറിവോ കൂടാതെ സദാ ശോഭിക്കുന്നതായ തം പരം സത്യം വയം ധീമഹി. ആ പരമമായിരിക്കുന്ന സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാം, ധ്യാനിക്കാം. ധീമഹി എന്ന ഒറ്റ ശ്ലോകത്തിൽ പരബ്രഹ്മത്തിനെ ധ്യാനിച്ച് ഉൾക്കൊള്ളാൻ എന്താണ് ഉദ്ദേശം വേണ്ടത്? മനുഷ്യജന്മത്തിന് മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ആ ഭഗവാനെ ആശ്രയിച്ച ഒന്നായി തീരാൻ വേണ്ടിയിട്ട് മുമുക്ഷുവായിരിക്കുന്ന ഞാൻ ശരണം പ്രാപിക്കുന്നു, ആ ശക്തിയെ തന്നെ ശരണം പ്രാപിക്കുന്നു. ഇതാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് കാണിച്ച് ആ വിഷയം അങ്ങോട്ട് അവതരിപ്പിച്ച് പ്രധാനപ്പെട്ട ആമുഖമായിട്ട് അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അറിയണം എന്നൊക്കെ, എങ്ങനെയൊക്കെയാണ് അറിയാൻ കഴിയുക, ഏതൊക്കെ മാർഗത്തിൽ കൂടെ അറിയാൻ കഴിയുക എന്നൊക്കെയുള്ള വിശദാംശം പിന്നീടുള്ള ശ്ലോകങ്ങളിൽ പറയണം. പരമമായിരിക്കുന്ന സത്യം കാറ്റ് വീശാനും അഗ്നിക്ക് ജ്വലിക്കാനും അതുപോലെ തന്നെ ഭൂമി തിരിയാനും സമുദ്രം അതിൻ്റെ രീതിയിൽ നിൽക്കാനും എല്ലാറ്റിനും ഒരു സങ്കല്പമുണ്ട്. നമ്മൾ ഈ കാണാത്തതായ എന്തോ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സത്യം. അതുകൊണ്ടാണ് ഈ കൃത്യത ഇതിനൊക്കെ വരുന്നത്. അപ്പം ആ പരമമായിരിക്കുന്ന സത്യമുണ്ട് എന്ന് ആദ്യം അംഗീകരിക്കുക, എന്നിട്ടല്ലേ ബാക്കി കാര്യം. അതാണ് ഭാഗവത ആദ്യത്തെ ശ്ലോകത്തിൽ ചെയ്തിരിക്കുന്നത്. ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേത് സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.